MK വർഗീസുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി VS സുനിൽകുമാർ. ക്രിസ്മസ് ദിനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ MK വർഗീസിന്റെ വീട്ടിൽ കേക്കുമായി സന്ദർശനം നടത്തിയതിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് VS സുനിൽകുമാർ രംഗത്ത് വന്നത്. MK വർഗീസ് ഇടതുപക്ഷത്തിന് അനുയോജ്യമായ തരത്തിലല്ല നീങ്ങുന്നതെന്നും CPM തീർച്ചയായും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹത്തിന് ചോറെവിടെയാണെങ്കിലും കോർ BJPയിലാണ് എന്നുമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം VS സുനിൽകുമാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേക്ക് വിവാദം ആളിക്കത്തിയപ്പോൾ VS സുനിൽകുമാറിന് സ്വന്തം പാർട്ടിയുടെയോ ഇടതു മുന്നണിയുടെയോ യാതൊരു പിന്തുണയും ലഭിച്ചിരുന്നില്ല. അതിനുശേഷമായിരുന്നു സുനിൽകുമാറിന്റെ മലക്കുമറിച്ചിൽ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കേക്കുമായി തന്റെ വീട്ടിലേക്ക് ആത്മാർത്ഥമായി വന്നതാണെന്ന് ബോധ്യപ്പെട്ടതെന്നും CPI നേതാവ് VS സുനിൽകുമാറിന്റെ ആരോപണങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നുമായിരുന്നു മേയർ MK വർഗീസിന്റെ പ്രതികരണം. സുനിൽകുമാർ സുരേന്ദ്രന്റെ വീട്ടിലും തിരിച്ചും സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. അതേസമയം തന്നെ മേയറുടെ ആരോപണങ്ങൾക്ക് മറുപടിയില്ല എന്ന് പ്രതികരിച്ച CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ പറഞ്ഞത് കഴിഞ്ഞുവെന്നും സന്ദർശന വിവാദം അവസാനിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കുകയും നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു. സൗഹൃദ സന്ദർശനമാണ് സുരേന്ദ്രനുമായി താൻ നടത്തിയതെന്നും സുരേന്ദ്രന്റെ സമൂഹ മാധ്യമക്കുറിപ്പിൽ സൗഹൃദ കൂടിക്കാഴ്ചയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. മേയർ തുടരുന്നത് LDF തീരുമാനപ്രകാരമാണ്, അത് തുടരട്ടെ. സന്ദർശന വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നും കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുമായിരുന്നു സുനിൽകുമാറിന്റെ പ്രതികരണം. എന്നാൽ സുരേന്ദ്രന്റെ വീട്ടിൽ പോയി ചായ കുടിച്ചു വരാൻ സുനിൽകുമാറിനുള്ള ബന്ധം മനസ്സിലാകുന്നില്ല എന്ന് മേയർ വർഗീസ് തുറന്നടിക്കുന്നുണ്ട്. രണ്ടു കാലിൽ മന്തുള്ളയാളാണ് ഒരു കാലിൽ മന്തുള്ളവനെ പരിഹസിക്കുന്നതെന്നും ഇരുവരും പരസ്പരം വീടുകളിൽ വന്നിട്ടില്ല എന്ന് തെളിയിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സുരേന്ദ്രന്റെ ഉള്ളേരിയിലെ വീട്ടിൽ എന്തിനു പോയെന്നും അന്തിക്കാട്ടെ സുനിലിന്റെ വീട്ടിൽ സുരേന്ദ്രൻ എന്തിനു വന്നു എന്നും ബോധ്യപ്പെടുത്തട്ടെ എന്നും എന്റെ വീട്ടിലേക്ക് കേക്കുമായി സുരേന്ദ്രൻ വന്നത് അത്ര വലിയ പ്രശ്നമാണോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. കേക്ക് വിഷയത്തിൽ എന്നോട് ആരും വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നും മേയർ വ്യക്തമാക്കിയിരുന്നു. ഇടതുപക്ഷത്ത് നിന്നും തന്നെ പുറത്താക്കി BJPയിൽ എത്തിക്കാനുള്ള വാശിയാണോ സുനിൽകുമാറിനെന്ന് അറിയില്ല എന്നും തൃശ്ശൂരിലെ വികസനവും പുതിയ പദ്ധതികളും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പതിവായി ജയിച്ചിരുന്നാൽ തോറ്റപ്പോൾ പഴി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കേണ്ടേ എന്ന് തോന്നിയിട്ടുണ്ടാകുമെന്നും ഇടതുപക്ഷം ഇനിയും അധികാരത്തിലെത്തണമെന്ന് താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് താനെന്നും മേയർ വർഗീസ് പ്രതികരിച്ചിരുന്നു. BJPയുടെ സ്നേഹ സന്ദർശയാത്രയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ K സുരേന്ദ്രൻ മേയറുടെ വീട്ടിലെത്തി കേക്ക് കൈമാറിയതാണ് ഇത്ര വലിയ വിവാദത്തിന് കാരണമായത്. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുനിൽകുമാർ രംഗത്തെത്തുകയും ചെയ്തത്. LDF ഭരിക്കുന്ന കോർപ്പറേഷനിലെ മേയർക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയും ആണെന്നായിരുന്നു സുനിൽകുമാറിന്റെ ഗുരുതരമായ ആരോപണം. എന്നാൽ അതേസമയം തന്നെ ക്രിസ്മസിന് മേയർക്ക് BJP അധ്യക്ഷൻ കേക്ക് നൽകിയതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല എന്നായിരുന്നു CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞത്. LDF മേയറായി MK വർഗീസ് തുടരട്ടെ എന്നും മേയറെ അവിശ്വസിക്കേണ്ടതില്ല എന്നും VS സുനിൽകുമാറിനത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും CPIയുടെ അഭിപ്രായമല്ല എന്നും വത്സരാജ് പറയുന്നുണ്ട്. മേയറുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സാഹചര്യത്തിലാണ് മേയർ വിവാദം ആദ്യം തലപൊക്കുന്നത്. സുരേഷ് ഗോപിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള മേയറുടെ വാക്കുകളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെ ആദ്യം ചൊടിപ്പിച്ചിരുന്നത്. അതേ സാഹചര്യത്തിൽ മേയർക്കെതിരെ കനത്ത നടപടിയിലേക്കൊന്നും തന്നെ CPMO ഇടതുമുന്നണിയെ നീങ്ങുന്ന കാഴ്ചയും ഉണ്ടായിരുന്നില്ല. മേയറുടെ വാദമനുസരിച്ച് അത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും രാഷ്ട്രീയമില്ല എന്നുമായിരുന്നു അന്നത്തെ വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശേഷം തെരഞ്ഞെടുപ്പാനന്തരം ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ട് വീണ്ടും മേയറെ കാണാൻ K സുരേന്ദ്രൻ എത്തിയതാണ് വീണ്ടും വിവാദത്തിലേക്ക് എത്തിയത്. BJPയിലേക്ക് മേയർ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു വന്നതാണ്. ആ സാഹചര്യത്തിലാണ് സുനിൽകുമാർ മേയർക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. എന്നാൽ സുനിൽകുമാറിന്റെ വാദങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ CPIയുടെ ഭാഗത്തു നിന്നോ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നോ ലഭിച്ചിരുന്നില്ല. CPM MK വർഗീസിനെതിരെ ഇടപെടണമെന്നും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നെല്ലാം തന്നെ സുനിൽകുമാർ പറയുമ്പോഴും CPMഉം മൗനത്തിൽ തന്നെയായിരുന്നു. LDFന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം മേയറായിരിക്കും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന്, അതൊക്കെ അതുപോലെ തുടരും. കറക്റ്റ് മറുപടി മാന്യമായ നിലയിൽ തന്നെ BJP പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അതിന് വേറെ ഞാൻ പിന്നെ അത് വിവാദമാക്കേണ്ട